ശ്രീ ഫസൽ ഗഫൂർ, ഇവിടെ വ്യാജ പ്രചരണം ഉണ്ടാകുന്നു, അരികുവൽക്കരണം ഉണ്ടാകുന്നു, അവർ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന പ്രചരണം ഉണ്ടാകുന്നു, അവരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ഭൂരിപക്ഷ ഏകീകരണത്തിനും നീക്കമുണ്ടാകുന്നു, അവരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവരെ ആൾക്കൂട്ടങ്ങളോട് കൊലപാതകം ചെയ്യുന്നു. ലോകത്തെവിടെയുമുള്ള ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഏതാണ്ട് ഏകദാന സ്വഭാവമാണല്ലോ എന്ന് ബംഗ്ലാദേശിലെ കാര്യം നോക്കിയാൽ കൃത്യമായി തന്നെ നമുക്ക് ബോധ്യപ്പെടും. ശ്രീ ഫസൽ ഗഫൂർ, ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടുകൂടാ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ സുചിന്തിതമായ നിലപാട്. ആ നിലപാടിന് അനുസൃതമായി നമ്മുടെ രാജ്യം പ്രവർത്തിച്ചു എന്ന് കരുതാൻ കഴിയുമോ? ഇപ്പോൾ ശരിയാണ്, നമുക്ക് പരിമിതിയുണ്ട്. ഇപ്പോൾ വിക്രമ സിംഗ് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അവിടുത്തെ ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, നിങ്ങൾ ഇടപെടാൻ വരേണ്ടതില്ല, ഇത് മൊത്തം വ്യാജ പ്രചരണമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ വിക്രം മിസ്ത്രിയുടെ ഷുഗർ കോട്ടഡ് വാക്കുകൾക്കപ്പുറത്തേക്ക് ഇടപെടാൻ അത്ര കണ്ട് പരിമിതിയുണ്ടോ ശ്രീ ഫസൽ ഗഫൂർ? ഞാൻ പറയട്ടെ, വളരെ ഗുരുതരമാണ് സ്ഥിതിവിശേഷം. അത് ഹിന്ദുക്കൾ ആക്രമിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, ഈ അൾട്ടിമേറ്റ് എയിം ഇവരുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഹസീന അവിടെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഒരു റിട്ട് പെറ്റീഷൻ വന്നു. ഇവരുടെ ആൾക്കാരാണ് അത് ഫയൽ ചെയ്തത്. അതായത് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അതിനാണ് ഇന്ത്യയിലും ഉണ്ടായത്, സെക്കുലർ എന്നുള്ളത് എടുത്ത് മാറ്റണം എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ തുടക്കം. പക്ഷേ ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജിന്നയുടെ കാലത്ത്, ഇപ്പോൾ വിൻസെൻ്റ് ഉണ്ട്, അപ്പോൾ ഞാനവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുന്നില്ല, പക്ഷേ ജിന്നയുടെ കാലത്ത് മൗദൂദി ജിന്നയെ വിസിറ്റ് ചെയ്തു പാകിസ്ഥാൻ്റെ ഫോർമേഷൻ സമയത്ത് ഉണ്ടായതിനു ശേഷം. എന്നിട്ട് മൗദൂദി പറഞ്ഞ നമുക്ക് പാകിസ്ഥാനൊക്കെ കിട്ടിയത്, ഇനി നമുക്കൊരു ഇസ്ലാമിക സ്റ്റേറ്റ് പ്രഖ്യാപിക്കാമെന്ന്. ജിന്ന അദ്ദേഹത്തെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന വിധത്തിലാണ് പറഞ്ഞത്. മനസ്സിലല്ലേ? ഞങ്ങളുടെ ഉദ്ദേശമൊന്നുമില്ല, ഇറ്റ് ഷുഡ് ബി എ സെക്കുലർ സ്റ്റേറ്റ് എന്നുള്ള ഉദ്ദേശമാണെന്നാ ജിന്ന പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ അന്ന് തൊട്ടിട്ടേ ഈ ശ്രമം നടക്കണം ഇതൊരു ഇസ്ലാമിക സ്റ്റേറ്റായിട്ട് മാറ്റാനായിട്ട്. അതുകൊണ്ടാണ് 1971 ഇവർ ഇടപെട്ടുകൊണ്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബിഹാരി മുസ്ലിംസിനെയും ഇവരുടെ കുറേ സഹവർത്തകരായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ ചേർത്തുകൊണ്ട് ഇവർ ഇതിൽ പങ്കെടുത്തത്, ഒരു നരഹത്യയിൽ പങ്കെടുത്തത് ബംഗ്ലാദേശിൽ. ആ നരഹത്യയിൽ കൂടുതൽ ഹിന്ദുക്കൾക്ക് പരിക്കുപറ്റി, പക്ഷേ മുസ്ലിമുകൾക്കും പരിക്കുപറ്റിയിട്ടുണ്ട്. അങ്ങനെ എടുക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം സെക്കുലറായിട്ടുള്ള മുജീബുർ റഹ്മാൻ, ഡിക്റ്റേറ്റർഷിപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ സെക്കുലറായിട്ടുള്ള മുജീബുർ റഹ്മാനെ അട്ടിമറിച്ചതിന് ശേഷം വീണ്ടും ഇവരുടെ പ്രയത്നം തുടർന്നുകൊണ്ട് ബംഗ്ലാദേശ് സിയാവുർ റഹ്മാൻ അദ്ദേഹം ഇസ്ലാമിക് സ്റ്റേറ്റ് ഇതൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, ബട്ട് ഇറ്റ് ഷാൽ ബി ദ സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതായത് മറ്റുള്ളവരുടെ അത് ഞാൻ പറയുമ്പോൾ കൂട്ടത്തിൽ ഞാൻ പറയട്ടോ, അവിടെ 30 MP ഇവരെ 10% MP പാർലമെൻറ്റിൽ, ഹിന്ദു MP, 5 മന്ത്രിമാരുണ്ടായിരുന്നു സിയയുടെ. അപ്പോൾ ഇന്ത്യയിലാവുന്നില്ലല്ലോ, ഇപ്പോഴത്തെ സ്ഥിതി ഇല്ല, മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇവരിങ്ങനെ തക്കം പാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ റിസർവേഷൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ നിലക്ക് മനസ്സിലല്ലേ, ഇവരുടെ വലിയ അപകടമാണ് വരാൻ പോണത്. കാരണം ഇപ്പോൾ സിറിയയിൽ അപകടം വന്നിരിക്കുന്നു. സിറിയയിൽ ബഷാർ അസദ് എന്തായാലും വേണ്ടില്ല, ഒരു സെക്കുലർ സ്റ്റേറ്റിൻ്റെ ആളാണ്. മനസ്സിലല്ലേ? ഏതൊക്കെ ഇതിൻ്റെ തകരാറെന്ന് ചോദിച്ചെല്ലാം ഡിക്റ്റേറ്റേഴ്സായി മാറുന്നേ. സെക്കുലർ എന്ന് പറയുന്നത് സദാം ഹുസൈനും, സെക്കുലറായിട്ടുള്ള ആസാദും, സെക്കുലറായിട്ടുള്ള ഗദ്ദാഫിയൊക്കെ അവർ നേരെ പിന്നീട് വന്ന ഡിക്റ്റേറ്റർഷിപ്പ്, അതേമാതിരി ഒരു ഡിക്റ്റേറ്റർ. അപ്പോൾ എന്ത് പ്രശ്നം പറ്റാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വരണമെങ്കിൽ അവിടുത്തെ ഹിന്ദു സമുദായത്തിന് വലിയതായിട്ടുള്ള അവരെ പാർശ്വവൽക്കരിക്കും. അവാമി ലീഗ് കാലത്ത് അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 30 MP, 5 മന്ത്രിയും കേന്ദ്രമന്ത്രിമാരെന്ന് ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസങ്ങളാണ് നേരിടാൻ പോണത്. അപ്പോൾ ഗവൺമെൻറ്റിന് പലതരത്തിലും ഇടപെടാം. അവിടെ ഞാൻ ഇന്ദിരാഗാന്ധി ഇടപെട്ട രീതി പറയാം. ബംഗ്ലാദേശിലെ കുഴപ്പം തുടങ്ങിയപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി ഒരു വേൾഡ് ടൂറിന് പോയി. എൻ്റെ ഓർമ്മ ശ്രീനിവാസനൊക്കെ തിരുത്താം. അവരെല്ലാ ക്യാപിറ്റലിലും, അമേരിക്കയിൽ വാഷിങ്ടണിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡൻറ്റിനോട് തന്നെ അവർ പറഞ്ഞത്, നിങ്ങളിതിൽ ഇടപെടണം. നിങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞപ്പോഴാണല്ലോ 7th ഫ്ലീറ്റ് അയച്ച് അവരുടനെ തന്നെ. അപ്പോൾ നമ്മുടെ തൂപ്പുണ്ടല്ലോ ഫ്ലീറ്റും വിക്രാന്തും, അതൊക്കെ സ്റ്റേ ചെയ്യാമെന്നാണ്. അതൊക്കെ ഗൺ ബോട്ട് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെച്ചാൽ ഉപയോഗിക്കാം. കുറച്ച് ട്രൂപ്സിനെയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റാം. ചൈനയാണല്ലേ പെട്ടെന്ന് കുറേ ഇങ്ങോട്ട് അയക്കാം. അതുമാതിരി കുറേ ട്രൂപ്സിനെ, കാരണം നമ്മുടെ വലിയ ബോർഡറൊക്കെയാണ് ത്രിപുരയായിട്ട്. അത് അൺഫെൻസ്ഡ് ആയിട്ടുള്ളൊരു ബോർഡറാണത്. ത്രിപുര എന്ന് പറയുമ്പോൾ വലിയൊരു അൺഫെൻസ്ഡ് ആയിട്ട് ബോർഡർ. അവിടെ എല്ലാ സ്റ്റേറ്റ്സുമായിട്ടും ഉണ്ട്. നമ്മുടെ ബംഗ്ലാദേശ് എൻക്ലേവ് ആണല്ലോ ഇന്ത്യയുടെ ഉള്ളിൽ. അപ്പോൾ അതേമാതിരി തന്നെ നമ്മുടെ വിമാനമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മളല്ല അതിന് പകരമായിട്ട് ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടായിക്കോട്ടെ, അപ്പോൾ ഇവിടെ വല്ല മെച്ചം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം വലിയൊരു ശതമാനം ഹിന്ദുക്കളുണ്ട് അവിടെ. അതായത് അവിടെ ഈ ട്രൈബൽസിനെയും ദളിതുകളെയൊന്നും പലരെയും അതിൽ ഹിന്ദുവായിട്ട് കൂട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ 9% നിൽക്കുന്നത്.
9 മുകളിലാണ് ശതമാനം. എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു 12% ഉണ്ടാവുമെന്നാണ്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ആ നിലക്ക് ഹിന്ദു സമുദായത്തിനെ ഇവർ ഒറ്റപ്പെടുത്താൻ നോക്കും ഇതിൽ. കാരണം പിന്നെ യൂനസ് ആണെങ്കിൽ വെറും ഡമ്മിയാണ്. നേരത്തെ ഹരിദാസ് പറഞ്ഞ മാതിരി തന്നെ അവിടെ പോയിരിക്കുന്നത്, അയാൾക്ക് എന്തോ റോൾ അവിടെ ഉള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് വലിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയും BNP ആണ്. അവർ തമ്മിലുള്ള ഒരു അലയൻസാണ്. അല്ലേ? ആ അലയൻസ് ഇന്ത്യ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ 2 സ്റ്റേറ്റ് ഫോർമുല മാതിരിയായി പോകും. 2 പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് പാകിസ്ഥാൻ്റെ 2 സ്റ്റേറ്റ്. അപ്പോൾ അതും ഒരു പാകിസ്ഥാൻ മാതിരിയാണ്. ഇപ്പോൾ നമുക്ക് വളരെ സൗകര്യപൂർവ്വം പാകിസ്ഥാനെ നേരിടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള, ഇപ്പോൾ ഞാൻ കുറച്ച് ബെലിജറൻ്റായിട്ടാണ് സംസാരിക്കുന്നത്, കാരണം ഇതിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ചരിത്രപരമായിട്ട് നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ, മനസ്സിലായി, ഏറ്റവും സൗഹാർദ്ദപൂർവ്വം ഉണ്ടായിരുന്ന ഹിന്ദു പിന്നെ നേരത്തെ ഹരിദാസ് പറഞ്ഞ അതിൻ്റെ പേര് നെഹ്റു ലിയാഖത്ത് പാക്ട് എന്നാണ്. അതനുസരിച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാർ അവിടെ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നത്. ശരി, അത് സംരക്ഷിച്ചോ ഇല്ലയോ, പെർസെൻറ്റേജ് താഴത്തോട്ട് പോയോ ഒക്കെ വേറെ വിഷയമാണ്. പക്ഷേ എന്നാൽ കൂടി ഞാൻ വീണ്ടും പറയാണ്, ഇപ്പം അത്ര വലിയൊരു റയറ്റിലോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുള്ള വമ്പിച്ച റയറ്റ്സ് ഉണ്ട്, മൊറാദാബാദ്, മുസഫർപൂർ, അല്ലെങ്കിൽ ബെൽച്ചി ദളിത് റയറ്റ് ബെൽച്ചിയിൽ, മനസ്സിലായി, അല്ലെങ്കിൽ അതുമാതിരിയുള്ള പല റയറ്റുകളും, മനസ്സിലായില്ലേ മാതിരി. ആ ലെവലിലോട്ട് ഇത് പോയിട്ടില്ല. പക്ഷെ അത് പോകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഓഫീസ് ഏതെങ്കിലും ഗവൺമെൻറ്റിലെ ഒരു സെക്രട്ടറിയോ അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സിലോ അംബാസഡർമാരെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിലൊരു ഡയറക്റ്റായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. അത് കേന്ദ്ര ഗവൺമെൻറ് മിനിസ്റ്റീരിയൽ ലെവലിൽ ഉണ്ടാവണം. അതാണ് ഇന്ദിരാജി ചെയ്തത്. അവർക്ക് ഇടപെടാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു ടൂറിന് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ജനാധിപത്യം ഇല്ല. ഷെയ്ഖ് ഹസീനയുടെ കാലത്തുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഡീപ്പ് സ്റ്റേറ്റുകളാണെന്നേ ഈ പാകിസ്ഥാനും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് ഇറാഖും ഇതൊക്കെ സാധനങ്ങളൊക്കെ ഒരു ഡീപ്പ് സ്റ്റേറ്റുകളാണ്. അപ്പോൾ ആ ഡീപ്പ് സ്റ്റേറ്റുകളെ നേരിടാനായിട്ട് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ കൂടിയാണ് ബംഗ്ലാദേശ്. അതെല്ലാം നമ്മൾ നോക്കണം, പ്രത്യേകിച്ച് അവിടെ നമുക്കറിയാലോ. അപ്പോൾ ആ നിലക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഇതിവിടെ ഫെസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കമ്മ്യൂണൽ സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതെ നമ്മൾ ഉടനടി നമ്മൾ ശ്രീലങ്കയിൽ ഇടപെട്ടില്ലേ, നമ്മൾ മാൽദീവ്സിൽ ഇടപെട്ടിട്ടില്ലേ, നമ്മുടെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് നമ്മൾ അയച്ചിട്ടില്ലേ ആ ബിയാഫ്ര സംഭവത്തിലൊക്കെ. ഇന്ത്യൻ എന്ന് വെച്ചാൽ UN പറഞ്ഞിട്ടുള്ള പീസ് കീപ്പിംഗ് ഫോഴ്സ്, മനസ്സിലല്ലേ. അപ്പോൾ അതിലൊക്കെ ഇടപെടുന്ന രീതിയിൽ അത് രീതി എന്താണെന്നുള്ളത് എന്നെക്കാട്ടും ശ്രീനിവാസൻ അറിയാം. കാരണം ബീയിങ് ഒരു ഗവൺമെൻറ് ഹയസ്റ്റ് ലെവലിലുള്ള ഞാനപ്പോൾ വായിച്ചതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.